ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിലേക്കുള്ള SFI മാർച്ചിൽ സംഘർഷമുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് SFIയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. VC-യുമായുള്ള ചർച്ച നടത്തണമെന്ന ആവശ്യം VC തള്ളിയതോടെയാണ് ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അവിടെ പോലീസ് സന്നാഹം ഉൾപ്പെടെയുണ്ട്. സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് ഉടൻ നടത്തണം. കലാലയങ്ങളിൽ രാഷ്ട്രീയം വിലക്കിക്കൊണ്ടുള്ള വിദ്യാർത്ഥി വിരുദ്ധ കോഡ് നടപ്പിലാക്കാനുള്ള ചാൻസലറുടെ നീക്കങ്ങൾ ഉപേക്ഷിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് SFIയുടെ മാർച്ച്. യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് ഉടൻ സംഘടിപ്പിക്കണം. ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകാരുടെ 1ാം സെം എക്സാം ഉടൻ തന്നെ നടത്തണം തുടങ്ങിയ ആവശ്യങ്ങളും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട്. ശാന്തകുമാർ വെള്ളാരത്തുണ്ട് സ്ഥലത്തുനിന്നും. ശാന്തകുമാർ, ഈ VC-യുമായുള്ള ചർച്ച നടത്തണമെന്ന ആവശ്യം തള്ളിയിട്ടുണ്ടല്ലോ. ഇപ്പോഴും സംഘർഷാവസ്ഥ തന്നെയാണോ? എന്താണ് സാഹചര്യം? അരുണ്യ, ഈ സമരം ഇപ്പോഴും തുടരുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ആ ആവശ്യം SFIയുടെ ആവശ്യം ഇപ്പോൾ യൂണിവേഴ്സിറ്റി അധികൃതർ വൈസ് ചാൻസലർ അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചർച്ച നടത്തുന്നതിന് വേണ്ടി അനുമതി നൽകിയിട്ടുണ്ട്. SFIയുടെ 5 നേതാക്കന്മാരെ ഇപ്പോൾ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. പോലീസിന്റെ കൂടി ആവശ്യപ്രകാരമാണ് ഇപ്പോൾ അകത്തേക്ക് പോയിരുന്നത്. പക്ഷേ അത് വൈസ് ചാൻസലറെ കാണണം എന്നുള്ളതാണ് സമരക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ രജിസ്ട്രാറെ കാണുന്നതിന് വേണ്ടിയാണ് അനുമതി ലഭിച്ചതെന്ന് പറയുന്നത്. പക്ഷേ രജിസ്ട്രാറെ മാത്രം കണ്ടാൽ പോരാ, വൈസ് ചാൻസലറെ കൂടി കാണണം എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ SFI ഉള്ളത്. അത് ഈ രജിസ്ട്രാറെ കണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി 5 പേർ ഇപ്പോൾ അകത്തേക്ക് പ്രവേശനം നൽകിയിട്ടുണ്ട്. എന്തായാലും ആ പ്രതിഷേധം തുടരുക തന്നെയാണ്. വൈസ് ചാൻസലറെ കണ്ട് സംസാരിക്കുന്നതുവരെ, ആ ചർച്ച നടത്തുന്നതുവരെ ഈ സമരം തുടരാൻ തന്നെയാണ് തീരുമാനിച്ചത്. എന്തായാലും SFI പ്രവർത്തകരെല്ലാം പുറത്ത് ഇരിക്കുകയാണ്. അവർ പുറത്ത് മുദ്രാവാക്യം വിളിച്ച് സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പോലീസ് ശക്തമായ കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈസ് ചാൻസലറെ കാണുക എന്നതിനപ്പുറത്തേക്ക് മറ്റ് ഒരു ഉപാധിയും ഇല്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് SFI. അതിനിടയ്ക്കാണ് ഇപ്പോൾ പോലീസുമായിട്ടുള്ള ഒരു ചർച്ചയിൽ രജിസ്ട്രാറെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അനുമതി ലഭിച്ചിരിക്കുന്നത്. രജിസ്ട്രാറെ കണ്ടാൽ മാത്രം പോരാ, വൈസ് ചാൻസലറെ കൂടി കാണണമെന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ 5 SFI നേതാക്കന്മാരും ഇപ്പോൾ അകത്തേക്ക് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പോയിട്ടുള്ളത്. വൈസ് ചാൻസലറെ അനുമതി ലഭിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും പ്രക്ഷോഭം തുടരാൻ തന്നെയാണ് ഇപ്പോൾ SFIയുടെ തീരുമാനം. അരുണ്യ.